ഹായ് ഹലോ അസ്സാം വലൈക്കും. നല്ല രസമില്ലേ ഈ പാലാടെ ബീഫും കാണാൻ. ഇതിപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും മച്ചി രാത്രിത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ഒരു വീഡിയോ ആവുമല്ലോ. അപ്പം നമുക്ക് ആദ്യം പാലാട ഉണ്ടാക്കണം. പാലാട ഉണ്ടാക്കാൻ അങ്ങനെ പാടൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ മാവൊക്കെ എടുത്തൊഴിച്ച് ഒന്ന് കറക്കി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സോ വി ജസ്റ്റ് ഫോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. സോ അവർ പാലാട ഇസ് റെഡി. അങ്ങനെ നമ്മുടെ പാലാട റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു ബീഫ് കറിയും കൂടെ അങ്ങ് തയ്യാറാക്കണം. ബീഫ് കറിയല്ല, ആദ്യം നമ്മൾ ബീഫ് വരട്ടിയത് ആക്കാനാണ് ഇരുന്നത്. പിന്നെ വിചാരിച്ചു തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് പൊരിച്ച് അങ്ങനത്തെ ഒരു രീതിയിലാക്കാമെന്ന്. പിന്നെ അത് മാറ്റി നമ്മൾ എന്തൊരു കറിയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്താ പറയുക, ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അത് കറിയായില്ല, ഒരു ചാപ്സ് രീതിയിലൊക്കെയാണ് ആയത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബീഫ് ചാപ്സാണ് മച്ചി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല രീതിയിൽ വേവിച്ച ബീഫാണ്. അതിന് നമ്മൾ ഊറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിക്ക് ഇളക്കി മിക്സാക്കി റെഡിയാക്കി എടുത്താൽ നല്ല രീതിക്ക് തന്നെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി സെറ്റായിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇത് പത്തിരീൻ്റെയോടോ ചപ്പാത്തീൻ്റെയോടോ പാലടേൻ്റെയോടോ പൊറോട്ടയുടെ കൂടെയോ എന്താ പറയുക, ചോറിൻ്റെ കൂടെ വരെ എല്ലാത്തിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ പാലാടയാണ്. അടിപൊളി പാലാട ബീഫ് കറിയും കൂട്ടിയിട്ട് ഒരു അടിപൊളി ഡിന്നറായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.